ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ 7 മണി 7:30 ആയപ്പോഴത്തേന് എഴുന്നേറ്റ് വന്നു. കതക് തുറന്ന് നോക്കിയപ്പോഴത്തേന് നല്ല വെയിൽ. അപ്പം ഇന്നലെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കണ്ടാൽ പറയത്തില്ല. ഇന്നലെ പെയ്ത മഴയാണെന്ന് കണ്ടാൽ പറയത്തില്ല. അത്രയ്ക്കും നല്ല വെയിലും ചൂടായിരുന്നു രാവിലത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ. അങ്ങനെ എഴുന്നേറ്റ് വന്നു, കാപ്പി വെച്ചു. പിന്നെ കുഞ്ഞിന് പാലൊക്കെ കാച്ചി. പിള്ളേർ എഴുന്നേറ്റിട്ടില്ല. അപ്പം ഞാനപ്പോഴത്തേന് വേഗം എഴുന്നേറ്റ് വന്ന് അടുക്കളയിൽ പണി ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി വെക്കാനായിട്ട് കടല വെള്ളത്തിൽ ഇട്ടു. അത് കുതിർന്ന് വന്നു. അപ്പോഴത്തേന് ഞാൻ കുക്കറിനകത്തോട്ട് കഴുകി ഉപ്പൊക്കെ ഇട്ടത് വേകാനായിട്ട് വെച്ചു. പിന്നെ കാപ്പി വെച്ച് പോയി കുടിക്കാൻ നിന്നു. കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് കണ്ട് ഇരുന്ന് കാപ്പി കുടിച്ചാലല്ലേ നമുക്കൊരു തൃപ്തിയൊക്കെ വരത്തുള്ളൂ. അങ്ങനെ കുക്കർ ഞാൻ അടുപ്പിൽ വെച്ച് പോയി കാപ്പി കുടിക്കാൻ നിന്നു. അപ്പോഴത്തേനും ഇതൊക്കെ ഓരോരുത്തർ വിളി വന്നു. അമ്മ വിളിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് പോയി നോക്കി. അപ്പോൾ കുഞ്ഞിനെ ഞാൻ തൊട്ടിയിട്ടേക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും, ആട്ടി വിടും. അങ്ങനെ പല പ്രാവശ്യം ആട്ടി വിട്ട് വന്നു. പിന്നെ ഉറങ്ങി. പിന്നെ അങ്ങനെ ഇതൊക്കെ പിള്ളേർ ഓരോരുത്തർ എഴുന്നേറ്റ് വന്നു. ഒരാൾക്കാണെങ്കിൽ കാപ്പി തന്നെ വേണം, രാവിലെ നിർബന്ധമാണ്. പിന്നെ അത് കാരണം ഫുഡ് കഴിക്കാൻ നേരം കാപ്പി വേണ്ടതെന്ന് കണ്ട് എക്സ്ട്രാ ഒരു കപ്പ് കൂടെ കൂട്ടിയാണ് രാവിലെ കാപ്പി വെക്കാറ്. പിന്നെ നമ്മുടെ 5-6 വിസിൽ വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് നമ്മുടെ കടല വെന്ത് വന്നു. അമ്മയ്ക്ക് ചെറുതായിട്ട് കാലുവേദനയായിരുന്നു, കാരണം എഴുന്നേക്കാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. ഞാനപ്പോൾ അപ്പോഴത്തേന് പുട്ടുണ്ടാക്കാനായിട്ട് ഗോതമ്പ് പുട്ടാണ്. അപ്പം അതൊന്ന് വറക്കാനായിട്ട് ചീനിച്ചട്ടി ചൂടായി വന്നപ്പോഴത്തേന് നമ്മുടെ പൊടി ഇട്ട് കൊടുത്തു. പൊടി ഏകദേശം ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കുക. ഒരുപാടങ്ങ് ബ്രൗൺ ആകണ്ട. വറക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഏകദേശം ഒരു തരിതരിപ്പും ആ ഒരു വറുത്ത് വരുമ്പോൾ ഒരു മണം വരുമല്ലോ. അപ്പം ആ ഒരു ഇതാകുമ്പോഴത്തേന് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുക. അങ്ങനെ പുട്ടിൻ്റെ പൊടി ഞാൻ നന്നായിട്ട് വറുത്തെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അമ്മ അപ്പോഴത്തേന് എണ്ണീറ്റ് വന്ന് കാപ്പിയൊക്കെ കുടിച്ച് ബാക്കി പണിക്കൊക്കെ നിന്നു. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് കണ്ട് ഇത്രയും ചെയ്ത് വെച്ച് ഞാൻ പോയി കുളിച്ചു. അപ്പോഴത്തേന് ചിന്നുമോളും എഴുന്നേറ്റ്. അപ്പം കുഞ്ഞിനും പാലും കൊടുത്തേച്ച് പിള്ളേരുടെ കൂടെ കളിക്കാൻ ഇരുത്തി വെച്ച് ഞാൻ പോയി കുളിക്കാൻ നിന്നു. രാവിലെ ചൂടല്ല. അപ്പം ഞാൻ എന്നും എഴുന്നേൽക്കുമ്പോൾ രാവിലെ കുറച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് പോയി ഞാൻ കുളിക്കാൻ നിൽക്കും. എന്നാലേ എനിക്ക് തൃപ്തിയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുളിച്ച് വന്നപ്പോഴത്തേന് അമ്മ പുട്ടൊക്കെ ഉണ്ടാക്കി കടലയൊക്കെ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെയും കുളിപ്പിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് കഴിക്കാനും കൊടുത്തു. അപ്പോൾ ഞാനും കഴിക്കാനെടുത്ത്. ഞാനും ചിന്നുമോളും കൂടെ ഒന്നിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ വാരി കൊടുത്തേച്ച് ഞാനും കഴിച്ചു. അപ്പം രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ രാവിലെ കഴിക്കാൻ ഗോതമ്പ് പുട്ടും പിന്നെ നല്ല ചൂട് കടലക്കറിയായിരുന്നു. ഈ കോംബോ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ, സീ യു. വീണ്ടും കാണാം.